ഹിറ്റ്മാൻ ഇതേ അവസ്ഥ, ഹിറ്റ്മാന്റെ ആരാധകന് ഇതേ അവസ്ഥ. പോയി പുറത്തിരിക്കും. നീ 4 കളി തോറ്റിട്ട് കപ്പടിച്ചൊരു ക്യാപ്റ്റൻ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൗണ്ടിന് പുറത്ത് നമുക്ക് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. അല്ല, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തായാലും നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മാറി ഇനി സംസാരിക്കും. അല്ല, ഇവൻ എന്ത് ഇതാണ് പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നീ എന്ത് കാര്യത്തിനാണ് നീ പറയുന്നത്? രോഹിതാണോ ഇപ്പൊ ക്യാപ്റ്റൻ? രോഹിതാണോ ഇപ്പൊ ക്യാപ്റ്റൻ? മുംബൈ ഇന്ത്യൻസ് നോക്ക്, ഇപ്പൊ കളി കഴിഞ്ഞ എല്ലാ ടീമും 3-4 കളികളായി. ഏത് വർഷമാണ് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ ഇത് ജയിച്ചിട്ടുള്ളത്? തുടരെ ജയിച്ചു വന്നിട്ടുള്ളത് 4 കളി തുടരെ തോറ്റിട്ട് കപ്പടിച്ച ടീമാണത്. നിങ്ങൾ കാര്യത്തിലേക്ക് വാ, യാഥാർത്ഥ്യത്തിലേക്ക് വാ. എന്ത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ? തുടങ്ങിയിട്ട് 2 ആഴ്ചയോളം ആകാറായി. ഇന്നേ വരെ ഒരു കളി പോലും ജയിക്കാത്ത ഒരു ടീമേ ഉള്ളൂ, അത് മുംബൈ ഇന്ത്യൻസ് ആണ്. പോയിന്റ് 4 കളി തോറ്റിട്ട് കപ്പടിച്ച ടീമാണത്. അത് പറയാനുള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് ചരിത്രമാണത്. അത് ചരിത്രമാണ്. ചരിത്രം ഉള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. കൂളാവും. നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം. ശ്യാമേന്റെ ഒരു വിശകലനത്തില് ദൈവത്തിന്റെ പോരാളികൾ ഇനി എന്നാണൊന്ന് ജയിക്കുക? ദൈവത്തിന്റെ പോരാളികള് തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ. നമ്മൾ കേട്ടു. തോറ്റ് ജയിച്ച ചരിത്രമുണ്ട്, പക്ഷെ അത് ഇത്തവണ ആവർത്തിക്കുമെന്നറിയില്ല. കാര്യം ടീം അത്ര മോശമാണ്. എന്താ തോന്നുന്നത്? ബാറ്റിംഗ് ഓർഡറിലാണോ അതേ ബൗളിംഗ് ഓർഡറിലാണോ ഇനി മാറ്റങ്ങൾ? ബാറ്റിംഗ് ഓർഡർ മാത്രമല്ല, ഒന്നാമത് ടീം, അതായത് MI പൾട്ടാൻ എന്നാണ് പറയുന്നത്. അതായത് MI ഫാമിലി, ഒരു കുടുംബം, ആ രീതിയിലായിരുന്നു ആ ടീം ഉണ്ടായിരുന്നത്. ഇന്ന് അത് ആ കുടുംബമല്ല. അതിൽ ആദ്യം വന്ന ക്യാപ്റ്റൻസി വിവാദം, പിന്നെ ഓരോ പ്ലേസിൽ ഓരോ താരങ്ങളെ ഇത് ചെയ്ത് ജഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന് അല്ലെ കണ്ടെത്തുക. അത് ചിലപ്പം എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാർസ് ആവാം, ചിലപ്പം എന്താ പറയുക ഹർദിക് പാണ്ഡ്യയെ പോലെ ഗലിയിൽ ക്രിക്കറ്റ് കളിച്ച് വന്ന ആൾക്കാരാവാം. അങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരുന്നു. ഇന്ന് ആ ഒരു ഇതല്ല ഉള്ളത്. ഒന്ന്, അതിൻ്റെ അകത്തെ സ്കൗട്ടിംഗ് ടീമിനെ പറ്റിയ പിഴവ്. അതൊരു 3 സീസണായി, 4 സീസൺ 2020 മുതൽ അതാണ് കാണുന്നത്. പിന്നെ ട്രാൻസ്ഫർ ഇതിൽ, അതായത് താരലേല അതിൽ വന്ന പിഴവുകൾ, ചില താരങ്ങളെ വിട്ടുകൊടുത്ത്, ഹർദിക് പാണ്ഡ്യ, ട്രെൻഡ് ബോൾട്ട്, ഇവരെയൊക്കെ വിട്ടുകൊടുത്ത് പോയത് വലിയ പ്രശ്നമായിരുന്നു. അവരെ ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മുംബൈക്ക് എന്നും ഒരു നല്ല വെൽ സെറ്റ്. അതൊരു ക്യാപ്റ്റൻ രോഹിത്, ശരിയാണ്, രോഹിതിനെ സംബന്ധിച്ച് നല്ലൊരു ക്യാപ്റ്റൻസി ലെവലുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ടീമാണ് എപ്പോഴും ഒരു ടീം. 11 പേര് കളിച്ചാലേ ഒരു കളി ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് ജയിക്കുകയുള്ളൂ. അതായിരുന്നു മുംബൈ 5 കിരീടം എടുത്തപ്പോഴും നടന്നു പോയത്. ഇപ്പോൾ അങ്ങനെ ഒരു ടീമാണ്. ഹരിക്ക് എന്താ തോന്നുന്നത്? മുംബൈക്ക് എവിടെയായിരിക്കും പഴിച്ചിട്ടുണ്ടാവുക? മുംബൈക്ക് ഞാൻ കഴിഞ്ഞ 3 സീസൺ നോക്കുകയാണെങ്കിൽ മുംബൈയുടെ ഒരു ലെവല് കഴിഞ്ഞ സീസണിൽ ഒഴികെ, കഴിഞ്ഞ സീസണിൽ നമ്മൾ മുംബൈ പ്ലേ ഓഫ് വരെ എത്തിയിരുന്നു. ഇത് ഭയങ്കര മോശം ബോളിംഗ് ലൈനപ്പ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു ലോകോത്തര ബോളർ ഇല്ലായിരുന്നു. ബുംറ എന്നുള്ളൊരു ട്രംപ് കാർഡ് ഇല്ലാതെയാണ് രോഹിത് ശർമ്മ യുവാക്കളും ക്യാപ്റ്റൻസി ലെവൽ ഉള്ള ഒരു ടീമുമായിട്ട് അടിച്ചത്. പക്ഷേ ഇത്തവണത്തെ ശ്യാമേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു എതിർപ്പുള്ള സ്കൗട്ടിംഗ് ടീമിനെ പറ്റിയ അബദ്ധം. പക്ഷേ കഴിഞ്ഞ 2-3 സീസൺ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തിലക് വർമ്മ, നെഹൽ വധേര, അല്ല, അതിൻ്റെ അകത്ത് എന്താ പറയുക, അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്നല്ല, അതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ഒരു പാളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുംബൈ ടീം ഒന്ന് ശ്രദ്ധിക്കുക. 2013 അവർ ആദ്യത്തെ കപ്പടിക്കുന്നത്. ആ ടൈം മുതൽ 2020 ലാസ്റ്റ് കപ്പടിക്കുന്നത് വരെ ആ ടീമിനൊരു ബാലൻസിങ് ഇതുണ്ട്. അതായത് ബാറ്റേഴ്സ് ഉണ്ട്, ബൗളേഴ്സ് ഉണ്ട്, ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, പിഞ്ച് ഹിറ്റേഴ്സ് ഉണ്ട്. ഈ രീതിയിൽ ഇപ്പോഴത്തെ ടീം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറൗണ്ടറിൻ്റെ ഒരു പ്രശ്നം. ഹർദിക് പാണ്ഡ്യ ഒരു ഓൾറൗണ്ടറാണ്. നമ്മളിപ്പോഴും ഇപ്പോഴത്തെ ടീമിൽ ഒരു ഓൾറൗണ്ടർ വേറെ ഉണ്ട്, വെറുതെ കിടക്കുന്ന ഒരു ഓൾറൗണ്ടർ, ടിം ഡേവിഡ്. 3 മാച്ചായിട്ട് കളിപ്പിക്കുന്നു. കഴിഞ്ഞ സീസണിൽ അയാൾ കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, അയാൾ കളിച്ചിട്ടുണ്ട്. ഈ 3 ഉണ്ട്. പക്ഷേ അതല്ല, ടിം ഡേവിഡ് വന്നത് ആർക്ക് പകരമാണെന്ന് ആലോചിക്കണം. കീറോൺ പൊള്ളാർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പകരം. ഓൾറൗണ്ടറാണ് കീറോൺ പൊള്ളാർഡിന്റെ പോയപ്പോഴും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുംബൈക്ക് സാധിച്ചിട്ടില്ല. ഹാർദിക് പാണ്ഡ്യ അതേ സമയത്ത് പോയി താരലേലത്തിൽ. അല്ല, അതിൻ്റെ അകത്ത് ഒരു സംഭവമുണ്ട്. കീറോൺ പൊള്ളാർഡ്, ഹാർദിക് പാണ്ഡ്യയും 2 പേര്, 2 ഓൾറൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടിം ഡേവിഡിനെ പോലെ തന്നെ എന്താ ഒരു ഓൾറൗണ്ടറെ കണ്ടെത്തുന്നതിന് പകരം ബോളർമാരെയും കൂടെ കൊണ്ടുവന്നു. അവിടെ മുംബൈക്ക് പിഴവ് പറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബോളർമാരെ കൊണ്ടുവന്നു പറയുന്നത് എവിടെയാണ് നല്ലൊരു ബോളറെ കൊണ്ടുവന്നത്? ഞാൻ പറയാം. അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. ലസിത് മലിംഗ 2013 മുതൽ 2020 വരെ ലസിത് മലിംഗ എന്ന് പറഞ്ഞൊരു താരമുണ്ടായിരുന്നു. അതിനൊപ്പമായിരുന്നു ബുംറ ഉണ്ടായിരുന്നത്. ബുംറ വളർത്തിയതിൽ മലിംഗയ്ക്കുള്ള ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പം എന്താ പറയുക, നമുക്ക് സ്ട്രൈക്ക് ബൗളേഴ്സായിട്ട് അത്രയും 2 ഇതായിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലേയേഴ്സാണ് ഉണ്ടായിരുന്നത്. മലിംഗ 2020 മുതലാണ് മുംബൈയുടെ ഡിക്ലൈൻ തുടങ്ങുന്നത്.
ആ സമയത്ത് പിന്നുണ്ടായിരുന്നത് മലിംഗ പോയി കഴിഞ്ഞപ്പോഴാണ് ട്രെന്റ് ബോൾട്ട് വരുന്നത്. ബോൾട്ടിനെ കൈമാറ്റം ചെയ്തു കളഞ്ഞു. അതിന് പകരം പിന്നെ ഒരു താരം അവിടെ വന്നിട്ടില്ല, കൊണ്ടുവന്നു. കൈമാറ്റം ചെയ്യുന്ന പറഞ്ഞാൽ ആ മെഗാ താരലേലത്തിൽ ബോൾട്ടിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം മുംബൈ അപ്പം നടത്തിയിരുന്നു. പക്ഷേ രാജസ്ഥാൻ കയറി വിളിച്ചതുകൊണ്ടാണ് ബോൾട്ടിനെ അതെ അതിന് പകരം കൊണ്ടുവന്ന ആർച്ചറിനെ കൊണ്ടുവന്നു. പക്ഷേ ആർച്ചറിന്റെ പരിക്ക് അവിടെ തിരിച്ചടിയായി മുംബൈക്ക്. തിരിച്ചടിയായി. ഫസ്റ്റ് കപ്പ് അടിക്കുന്നത് 2013 ഹർഭജൻ സിംഗ്, പ്രഗ്യാനുവജ, 2 സ്പിന്നർമാരുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് ഈവൻ ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു പുതിയ സെൻസേഷൻ സ്പിൻ ഇത് രവി ബിഷ്ണോയ്, ഇതൊക്കെ മുംബൈ കൊണ്ടുവന്ന ചഹൽ മുംബൈയിൽ കളിച്ച. അതിന് ശേഷമാണ് RCB പോകുന്നത്, ഇപ്പൊ രാജസ്ഥാനില്. അല്ല, അപ്പൊ ഷാമയുടെ ഒരു വിശകലനത്തിൽ ഇപ്പം ബൗളർമാരുടെ അഭാവമാണോ മുംബൈയുടെ ഒരു? ബൗളർമാരുടെ അഭാവം എന്ന് പറയാൻ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ, ടീം ബാലൻസിങ് ഇല്ല. നമുക്ക് ഓരോ ആൾക്കാരായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്. വലിയൊരു നിര തന്നെയുണ്ട്. ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന മുംബൈനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി വിവാദമാണ്. അത് എന്താണ്, രോഹിത് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ രോഷം കൊള്ളിക്കുന്ന ഒന്നാണ് ഹാർദിക് ആ സ്ഥാനത്തേക്ക് വന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ടീമിന്റെ പരാജയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഹാർദിക് ക്യാപ്റ്റനായി വന്നത്? തീർച്ചയായിട്ടും. കാര്യം രോഹിത് ആരാധകർക്കെന്ന് പറയരുത്. കാര്യം രോഹിത് ആരാധകർക്കല്ല, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം അത്. പക്ഷെ ഹാർദിക് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ മുൻപത്തെ സീസണിലും ഒരു ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച് ഒരു പ്രാവശ്യം കിരീടം നേടിയ ക്യാപ്റ്റനാണ്. മാത്രമല്ല ഗുജറാത്ത് കപ്പടിക്കുന്ന, ഗുജറാത്തിന് കപ്പടിക്കാനുള്ള 2 പ്രധാന കാര്യങ്ങളാണല്ലോ. ഒന്ന് അവരുടെ വെൽ സെറ്റ് ടീം, അതായത് അവരുടെ ടോപ്പ് ഓർഡർ തൊട്ട് എന്താ ഒരു 8-9 പൊസിഷൻ വരെ ബാറ്റിംഗ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ല്, പേസ് ബൗളിംഗ് ചെയ്യാനായിട്ട് ഇതുണ്ട്, സ്പിന്നർ T20 നമ്പർ 1 റാഷിദ് ഖാൻ. അവരുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ആ കിരീട നേട്ടത്തിൽ ഹാർദിക്കിന് ഒരു പങ്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഹാർദിക് ഒരു ക്ലൂലെസ് ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ പറയും. എപ്പോഴാണെന്ന് അറിയാമോ, ഈ സൺറൈസേഴ്സിനെതിരെ മാച്ച് നോക്കുക, 2 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റേഴ്സ് അവിടെ നിന്ന് അത്രയും അടിച്ച് പറത്തുന്ന സമയത്ത് ഹാർദിക് ഇട്ട് കൊടുക്കുന്നത് ചൗളയെ പോലൊരു സ്പിന്നറിനെയാണ്. അപ്പൊ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മാറിയ ടീമിന്റെ ഒരു തലവര മാറും എന്നാണോ? തീർച്ചയായിട്ടും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താ പറയുക, എനിക്ക് തോന്നുന്നു ചെന്നൈക്കെതിരെ ഒരു ഫൈനല് മുംബൈ ജയിച്ചിട്ടുണ്ട് ഒറ്റ റൺ. എനിക്ക് തോന്നുന്നു 125 129 എന്തോ ആണ്, കറക്റ്റ് ഓർമ്മയില്ല. അതില് രോഹിതിന്റെ ക്യാപ്റ്റൻസി അറിയണം. അയാൾ ക്ലൂലെസ് ക്യാപ്റ്റൻ അല്ല. അയാള് ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ വിരാട് കോഹ്ലിയെ പോലെ അഗ്രസീവോ യാതൊന്നും ആവത്തില്ല. ഇതായിരിക്കും അയാൾ ദേഷ്യപ്പെടും, ചീത്ത പറയും. പക്ഷെ അയാള് ക്ലൂലെസ് അല്ല, കാൽക്കുലേറ്റഡ് ആണ്. കറക്റ്റ്. കാര്യം എന്താ പറയാ, ഹാർദിക് കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സിന്റെ സൺറൈസേഴ്സ് അത്രയും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അയക്ക് ഫീൽഡ് പ്ലേസ്മെന്റ് എവിടെയാണെന്ന് പോലും അയക്ക് അറിയത്തില്ല. എത്ര തവണ രോഹിത് ഇന്റർഫിയർ ചെയ്യുന്നു. പക്ഷേ മുംബൈക്ക് ഒരു തലമുറ മാറ്റം ഇനി അനിവാര്യമല്ലേ? മുംബൈക്ക് തലമുറ മാറ്റം. ഹാർദിക്കിന്റെ കാര്യം പറയുമ്പോഴും ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ പോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും രോഹിത് ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പൊ അവരുടെ കീഴില് രോഹിത്തിന്റെ കീഴിൽ അത്രയും വലിയ ഇതിഹാസ താരങ്ങൾ കളിച്ചിരുന്നപ്പോൾ പോലും ഇല്ലാത്ത ആരാധക രോഷമാണ് ഹാർദിക്കിനെതിരെ ഉയരുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തിപരമായിട്ടും കൂടെയാണ് ഹാർദിക്കിനെതിരെ ഒരു ആരാധക രോഷം വരുന്നത്. കാരണം ഹാർദിക് ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം എടുക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷാമി ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. ഹാർദിക് ഭയങ്കര രോഷമായിട്ടാണ് അവിടെ ഷമീനോട് പ്രതികരിച്ചത്. അതായത് ഭയങ്കര അയാളുടെ മുഖത്തെ റിയാക്ഷൻ കണ്ടാൽ നമുക്ക് തന്നെ ഒരു താരം ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. ഹാർദിക് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഹാർദിക് എല്ലാ ക്യാച്ചുകളും പിടിക്കുന്ന ഒരു താരമാണെന്ന് നമുക്ക് പറയാം. അത് എല്ലാ പ്ലേയേഴ്സിനും, അത് ആർക്കാണെങ്കിലും കളത്തിൽ ഒരു അബദ്ധം പറ്റാന്നുള്ളത്. പക്ഷെ ഹാർദിക് പെരുമാറുന്ന ഒരു വിധം, അത് ആ കളത്തിൽ പുള്ളിക്ക് ഒരു ആങ്കർ മാനേജ് ചെയ്യാനോ അങ്ങനത്തെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട്. ഇത് പറയുമ്പോഴത്തേക്ക് ഒരു ഇത് ഓർക്കുന്നു, 2013 ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2013 മുംബൈ ഫസ്റ്റ് കപ്പ് ഇത് ചെയ്യുന്നു. അപ്പം എന്താ പറയുക, ഇത് പ്രസൻറ്റേഷൻ സെറമണി നടക്കുന്നു. ആ സമയത്ത് ഹർഷ ബോഗ്ലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത്. അപ്പം അവിടെ കപ്പ് കൊടുക്കാനായിട്ട് ഇത് ചെയ്യുന്നു. രോഹിത് ഓടി വന്നാണ് ഇതിൽ നിൽക്കുന്നത്. രോഹിത് ഓടി വന്നിട്ട് ഇയാൾ ആദ്യം നോക്കുന്നത് ചുറ്റും ഇങ്ങനെ ടീം ഇതിൽ നിൽക്കും. അപ്പം റിക്കി പോണ്ടിങ്ങും സച്ചിൻ തെണ്ടുൽക്കറും മാറി നിൽക്കുന്നു. ഇയാള് എനിക്ക് തോന്നുന്നു ശ്രീനിവാസനാണ് കപ്പ് ഹാൻഡ് ഓവർ. അയാളെ അവിടെ നിർത്തി. രോഹിത് അവിടെ നിർത്തിയിട്ട് ഇവരോട് വരാൻ പറഞ്ഞു. സച്ചിൻ ഗാംഗുലിയുടെ കീഴിൽ കളിച്ചിട്ടുണ്ട്, ദ്രാവിഡിന്റെ കീഴിൽ കളിച്ചിട്ടുണ്ട്, ധോണിയുടെ കീഴിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ സച്ചിൻ അവർക്ക് കൊടുത്ത റെസ്പെക്റ്റും അവർ തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട് ഹാർദിക്കിൽ നിന്ന് അങ്ങനെയില്ല. ഹാർദിക്ക് വാങ്ങുന്നത് ഹാർദിക്കിന്റെ ചെയ്തിയുടെ ഫലമാണ്.
ഹാർദിക് എങ്ങനെയാണോ ഗ്രൗണ്ടിൽ പെരുമാറുന്നത്, ഇതിന് നമുക്കൊരു നല്ല ഉദാഹരണമുണ്ട്. നമുക്കത് ഇത് ചെയ്യാം. ശ്രീശാന്ത് ദക്ഷിണാഫ്രിക്കയിൽ ജാക്ക് കാലിസിനെ അമ്പരിപ്പിച്ച്, ലോകത്തെ അമ്പരിപ്പിച്ച് പന്തെറിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ കൂവല കിട്ടിയത്. കാര്യം എന്താ അറിയാം, ഗ്രൗണ്ടിലെ പെരുമാറ്റം. ഹാർദിക്കിന് മാറാൻ പറ്റുന്ന ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് വിരാട് കോഹ്ലി അത്രയും അഗ്രസീവ് അയാൾ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. നല്ല ഒരു പ്ലെയർ ആയിരുന്നു, നന്നായിട്ട് കളിക്കുകയും ചെയ്തു. അയാൾക്ക് അഗ്രസീവ്നെസ്സിന് ഭയങ്കരമായിട്ട് വിമർശനം നേരിട്ടു. പിന്നെ അയാൾ പിൽക്കാലത്ത് അയാളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ല, ഇപ്പം ഹാർദിക്കിനെ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മാറ്റിയാൽ രോഹിത് അല്ലാതെ വേറെ ആരെയായിരിക്കും നിങ്ങൾ അവിടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്താ ടീമിന് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു സാധനം, ഒന്ന് ആദ്യമേ ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം ഹാർദിക്കിനെ തന്നെ ക്യാപ്റ്റൻ ആക്കാമായിരുന്നു. അവർ നേരത്തെ കൃത്യമായി ഇൻഫോം ചെയ്ത് രോഹിതിനെ അറിയിച്ച് ആ വാർത്താ സമ്മേളനത്തിലുള്ള നിശബ്ദതയാണ് അതാണ് ഒന്നാണ്. ഇനി രണ്ടാം ഇതെന്ന് പറയുന്നത് ബുംറ, സൂര്യകുമാർ യാദവ്, ഇവർക്കൊക്കെ ക്യാപ്റ്റൻസി കൊടുക്കാൻ സൂര്യകുമാർ യാദവ് ഒരു പ്രൂവൺ ക്യാപ്റ്റൻ അല്ല. ബുംറ പക്ഷേ എന്താ പറയാ, ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനും ആയിട്ടുണ്ടോ. അയർലൻഡിനെതിരായ 2020 പരമ്പര പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ അയാൾ ഒരു IPL ഒരു പ്രൂവൺ ക്യാപ്റ്റൻ അല്ല. പക്ഷെ സൂര്യകുമാർ ആയിരുന്നു കഴിഞ്ഞ സീസണിലെ രോഹിതിന് പരിക്ക് പറ്റിയ സമയം. സൂര്യകുമാർ അല്ല, ഈ രോഹിത് ടീമിലുള്ള സ്ഥിതിക്ക് ഇവരെ രണ്ടുപേരെ ക്യാപ്റ്റൻ ആക്കിയാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈവൻ ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആക്കിയാലും പ്രശ്നമില്ല. ടീം എടുത്ത നിലപാടാണ് ഇവിടെ പ്രശ്നമായത്. അതിൻ്റെ അകത്തൊരു കാര്യം എന്താ, മുംബൈ ഇന്ത്യൻസ് ഞാൻ പറയും സച്ചിൻ, റിക്കി പോണ്ടിങ് എന്നിവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടീമിനെ 5 ടൈംസ് കപ്പിലേക്ക് എത്തിച്ചത് രോഹിത്. അയാൾ ഇങ്ങനൊരു ഇതാണോ, പടിയിറക്കമാണോ ഒതുങ്ങി പോകുന്നത്? അപ്പം ഇപ്പം നമ്മളൊരു കറണ്ട് സിനാരിയോ പരിശോധിക്കുകയാണെങ്കിൽ ഇനി എവിടെയൊക്കെ മെച്ചപ്പെടുത്തിയാലായിരിക്കും മുംബൈ ഇന്ത്യൻസിന് പഴയ ഒരു ആവേശത്തോടെ മുന്നിലേക്ക് വരാൻ സാധിക്കും? 277 റൺസ് വഴങ്ങി 277 റൺസ് വഴങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ടീം അങ്ങനെ ചേസ് ചെയ്യുമെന്ന്? അതെ, ഇന്നലെ ക്ലാസിക് എക്സാമ്പിളാണ്. ഡൽഹി 272-73 വഴങ്ങിയിട്ട് അവർ 160 സംതിങ്ങിന് ഓൾ ഔട്ട് ആയി. അതാണ് മുംബൈ ഇന്ത്യൻസ്. അവർക്ക് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലെന്നും പറയില്ല. പഴയ പോലെ 5 കളി തോറ്റിട്ട് കപ്പടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത ഭയങ്കര വിരളാണ്. പിന്നെ IPL മൊത്തത്തിൽ ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ മാറ്റങ്ങൾ സംഭവിച്ചല്ലോ. ഇപ്പം നമുക്ക് ഇമ്പാക്ട് പ്ലെയർ റൂൾ ഉണ്ട്. ഇപ്പൊ കളി കൈവിടുന്ന ഒരു സമയത്ത് പട്ടയെന്ന ഒരു താരത്തിനെ ഇറക്കി വിട്ട് കളി ജസ്റ്റ് ഓരോ ഓവർ, അതുപോലെ കളി ഏത് സമയത്തും തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ടീം നല്ലതാണെന്നല്ല കാര്യം പറയുന്നത്. അല്ല, ടീം നല്ലതെന്നല്ല, മുംബൈ എഴുതി തള്ളാൻ പറ്റില്ലെന്നല്ലേ പറയുന്നത്. എഴുതി തള്ളാൻ പറ്റത്തില്ല. 5 കപ്പ് അത് മാത്രം മതി. മുംബൈ എഴുതി തള്ളരുത്. വിരളമാണ്, പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ ഞാൻ